ത്രിമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുള്ള മുസ്ലിം രാജ്യം, അങ്ങനെ ഒരു രാജ്യമുണ്ട് എന്നറിയാമോ? ഒരു മുസ്ലിം രാജ്യത്തിന്റെ ഹൃദയത്തിൽ 1000 വർഷത്തിലേറെയായി മഹാദേവനും വിഷ്ണുവും ബ്രഹ്മാവും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന ഒരു മഹത്തായ ക്ഷേത്രം. ആ അത്ഭുതത്തിന്റെ പേരാണ് പ്രംബനൻ. അതായത് 9ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ അത്ഭുത ക്ഷേത്രം, അങ്ങനെ തന്നെ പറയാം. അത് വെറും കല്ലുകൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. 1000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജനങ്ങളുടെ വിശ്വാസവും ദൈവഭക്തിയും കലാപാഠവും ഒക്കെ ഒത്തുചേർന്ന ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം തന്നെയാണത്. പ്രംബനനിൽ പ്രവേശിക്കുന്ന ആ ഒരു നിമിഷം തന്നെ നമ്മൾ ആകാശത്തെ തൊടാൻ ശ്രമിക്കുന്നത് പോലെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ കാണാൻ സാധിക്കും. ഇത് കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏകദേശം 47 മീറ്ററോളം ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ശിഖരങ്ങൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയുടെ പ്രതീകങ്ങളാണെന്ന് തോന്നിപ്പോകുമെന്നാണ് കണ്ടുമടങ്ങി വരുന്നവർ പറയുന്ന വിശേഷണങ്ങൾ. ഈ ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിയുടെയും സംരക്ഷണത്തിന്റെയും സംഹാരത്തിന്റെയും ദിവ്യശക്തികളായ ത്രിമൂർത്തികൾക്കാണ്. മഹാദേവനായ ശിവനും ലോകത്തെ പരിപാലിക്കുന്ന മഹാവിഷ്ണുവും സൃഷ്ടിയുടെ അധിപനായ ബ്രഹ്മാവും ഒരേ ക്ഷേത്ര സമുച്ചയത്തിൽ ആരാധിക്കപ്പെടുന്നു എന്നത് ഹിന്ദു ദർശനത്തിന്റെ ആഴവും സമഗ്രതയും വിളിച്ചോതുന്നു. ക്ഷേത്ര ഭിത്തികളിലൂടെ നടക്കുമ്പോൾ മറ്റൊരു അത്ഭുതം കൂടി ഭക്തരെ കാത്തിരിക്കുന്നു. ഓരോ കൽശിലയിലും കൊത്തിവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ അത് അലങ്കാരങ്ങളല്ല, രാമായണ മഹാകാവ്യത്തിന്റെ ജീവനുള്ള അധ്യായങ്ങളാണ്. ഇന്തോനേഷ്യ എന്ന മുസ്ലിം രാഷ്ട്രത്തിന് അല്ലെങ്കിൽ തന്നെ ഭാരത സംസ്കാരവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ഇന്തോനേഷ്യയുടെ കറൻസിയിൽ പോലും ഗണപതി ഭഗവാന്റെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ പലയിടത്തും ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്തോനേഷ്യ പോലുള്ള ഒരു മുസ്ലിം രാജ്യത്ത് ഇതുപോലെ ത്രിമൂർത്തി പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം, അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ സനാതനമാണ് ഹിന്ദു സംസ്കാരം ലോകത്തിന്റെ എല്ലാ കോണിലും തലയെടുപ്പോടെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി തന്നെയാണ്. എന്തായാലും ഇന്തോനേഷ്യൻ ജനങ്ങളും ത്രിമൂർത്തികളും എല്ലാം ഭാരത സംസ്കാരത്തിന്റെ ഒരു ഭാഗമാവുകയാണ് മറ്റൊരർത്ഥത്തിൽ. ശ്രീരാമന്റെയും സീതാദേവിയുടെയും ഹനുമാന്റെയും ധർമ്മത്തിനായുള്ള പോരാട്ടം കല്ലുകളിൽ ശാശ്വതമായി പതിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുന്നവരുടെ മനസ്സിൽ ഭക്തിയും വിസ്മയവും ഒരുപോലെ ഉണരും. ഒരു കാലത്ത് 200-ലധികം ക്ഷേത്രങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഒരു സമുച്ചയമാണ് അത്. ആ പ്രദേശത്ത് ഹിന്ദു സംസ്കാരം എത്രത്തോളം ശക്തമായിരുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ക്ഷേത്രം. കാലത്തിന്റെ പ്രഹരങ്ങൾ, പ്രകൃതി ദുരങ്ങൾ, ഇതൊക്കെ പല നിർമ്മിതികളെയും തകർത്തിട്ടും അവശേഷിക്കുന്ന ഓരോ കല്ലും ഇന്നും ഭക്തിയുടെ കഥ പറയുന്നവയാണ്. കാലം മാറി, ഭരണാധികാരികൾ മാറി, മതങ്ങളും ജീവിത രീതികളും മാറി, എന്നാലും പ്രംബനൻ എന്നും ഇന്തോനേഷ്യയുടെ സാംസ്കാരിക അഭിമാനമായി തന്നെ നിലകൊള്ളും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികളും ഭക്തരും അവിടെ നിൽക്കുമ്പോൾ അവർ കാണുന്നത് ഒരു പുരാതന സ്മാരകമല്ല, നൂറ്റാണ്ടുകളെ അതിജീവിച്ച ആത്മീയ പാരമ്പര്യത്തിന്റെ ശ്വാസമാണ്. പ്രംബനൻ നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യം, വിശ്വാസം അത് സത്യസന്ധമായാൽ അതിന് അതിരുകൾ ഉണ്ടാവില്ല, ഭാഷകൾ ഉണ്ടാവില്ല, രാജ്യങ്ങൾ ഉണ്ടാവില്ല, എല്ലാറ്റിനെയും അത് മറികടക്കും. കാലം എത്ര മാറിയാലും ദൈവഭക്തിയുടെ പ്രകാശം ഒരിക്കലും അണയുകയില്ല. ന്യൂസ് ഡെസ്ക് കർമാൻസ്.